ഹലോ എവരിവൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ ഇന്നത്തെ വീഡിയോയിൽ UK കറണ്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്, പുതിയ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി റിക്രൂട്ട്മെൻറ്റിൻ്റെ അവസ്ഥ ഇനി എന്താണ്, സിറ്റുവേഷൻ എന്താണ് ആക്ച്വലി ഉണ്ടാവാൻ പോകുന്നത്, എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇനി പ്രോപ്പറായിട്ട് റെസ്യൂം ചെയ്ത് വരാനായിട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഈ ഒരു ഗവൺമെൻറ് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അധികാരത്തിലേക്ക് വന്നിട്ട്. ഇതിന് തൊട്ട് മുന്നേ ഇലക്ഷൻസ് നടക്കുന്നതിന് മുന്നേ തന്നെ NHS വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം 150 തൊട്ട് 170 നഴ്സസിനെ അവർ നാട്ടിൽ വന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ NWL ത്രൂ ചെൽസി ആൻഡ് വെസ്റ്റ്മിനിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 100-ൽ പുറത്ത് നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദുബായിലും അബുദാബിയിലും വെച്ചിട്ട് അവർ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ജൂലൈ 4-നാണ് ഇൻ്റർവ്യൂസ് കഴിഞ്ഞത് വരെ. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം ന്യൂസെല്ലാം തന്നെ വരുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നടന്നത് ഈ 2024-ലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫോൾസ് ഹോപ്പല്ല തരുന്നത്, ഇനി ഇൻ്റർവ്യൂസ് ഉടനെ തന്നെ നടക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, സോ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ടൈം വേണം. കാര്യം ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. NHSൻ്റെ ഫണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റിൽ മൊത്തത്തിലൊരു സ്റ്റോപ്പേജ് വന്നത്, അല്ലെങ്കിൽ ഒരു പോസ് വന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങളെല്ലാം കാണുന്നത് പോലെ മെൻ്റൽ ഹെൽത്തിലാവട്ടെ, പീഡിയാട്രിക്സിലാവട്ടെ, അഡൽട്ടിലാവട്ടെ, റിക്രൂട്ട്മെൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ കുറച്ച് ഇൻ്റർവ്യൂസ്, വളരെ കുറച്ച് രീതിയിൽ, ചെറിയ രീതിയിൽ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ ഈ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ ഇൻ്റർവ്യൂസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മെയിൻ തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ റെസിഗ്നേഷനോ എന്തെങ്കിലും കൊടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജോബിൽ നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് എടുത്ത് ചാടി റെസിഗ്നേഷൻ ഒന്നും വെച്ച് കളയരുത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ OET പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കോ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സ് ആവട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോബ്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ. അപ്പോൾ ആ ജോബ്സ് നിങ്ങൾ ഫ്രഷ് ബ്രെയിനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു പ്ലാൻ B നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് OET എഴുതി അല്ലെങ്കിൽ IELTS എഴുതി പുറത്തേക്ക് വരുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് നാട്ടിലുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള ജോബ്സ് ആവട്ടെ, മിഡിൽ ഈസ്റ്റിലുള്ള ജോബ്സ് ആവട്ടെ, ഇതെല്ലാം നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് കൊണ്ടെത്തിക്കും. കാര്യം ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാര്യം 6 മാസമോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാരെ അല്ലാതെ അവർ റിക്രൂട്ട്മെൻറ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈവൻ ഇൻ്റർവ്യൂസിന് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരവിടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കോമ്പറ്റീഷൻ ഭയങ്കര ഹെവിയാണ് ഇപ്പോൾ. കാര്യം ഒരുപാട് പേരുണ്ട് നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസും സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളവരും, അല്ലെങ്കിൽ OET CBT ഒക്കെ ക്ലിയർ ചെയ്ത് NMCയുടെ ആപ്ലിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി നിൽക്കുന്നവർക്കായിരിക്കും പ്രിഫറൻസ് പോവുക. അതായത് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്നില്ല, റിക്രൂട്ട്മെൻറ്റ് നിർത്തി എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്, റിക്രൂട്ട്മെൻറ്റ് ഈ 2024 നടത്തി കഴിഞ്ഞു. വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് നോർക്ക ത്രൂ ആൻഡ് NWL ത്രൂ ചെൽസി ആൻഡ് വെസ്റ്റ്മിനിസ്റ്ററിലേക്കൊക്കെ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നടക്കാത്ത സംഭവമല്ല, അതെല്ലാം നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻസ് ഇൻ്റർവ്യൂസ് വരാം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരാൻ ശ്രദ്ധിക്കുക. കാര്യം ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ OET CBT ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലേ ആക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. OETക്ക് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങി ഫ്രഷറായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ, എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് ഫ്രഷേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് കൂടുതൽ എൻക്വയറീസും മെസ്സേജസും വരുന്നത്. നിങ്ങളോട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് OET നിങ്ങളുടെ വർക്കിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോക്കോ, അതിനൊരു ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിത്തത്തിനോടൊപ്പം നിങ്ങളെ വർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസിലോട്ടും കൂടെ കയറാം. പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം നിങ്ങളിപ്പോൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് NOSETൻ്റെ എക്സാംസ് ആവട്ടെ, സ്റ്റേറ്റ് PSCയുടെ എക്സാംസ് ആവട്ടെ, അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ DHA HAD പോലത്തെ എക്സാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്കാണെങ്കിൽ ജോബ്. ഇതെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ CV-യിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിരിക്കും. കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ 2, 3, 4 മാസത്തിന് ശേഷം വീണ്ടും ഇതേപോലെ, കാര്യം എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഹോപ്പ്ഫുള്ളി ഇൻ്റർവ്യൂസ് ബാക്ക് ടു നോർമൽ പോലെയല്ല, ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകാം, എന്തായാലും ഇൻടേക്സ് ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അല്ലാതെ ഇപ്പോഴേ എടുത്തു ചാടി നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നേരെ പോയി OET പഠിക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല എന്തായാലും. കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എടുക്കുക, അതിനോടൊപ്പം സ്റ്റാൻഡ് ബൈ ആയിട്ട് നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്ക്. ഇപ്പം ഞങ്ങൾ തന്നെ MNC തന്നെ ഒരുപാട് കുട്ടികൾക്ക്, ഫിനാൻഷ്യൽ ബായിട്ടുള്ള കുട്ടികൾക്കെല്ലാം തന്നെ നിങ്ങൾ കോഴ്സ് എടുത്ത് ഇത്രയും കാശ് മുടക്കി കോഴ്സ് എടുക്കുന്നതിന് പകരം ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള OETയുടെ റീഡിങ്ങിൻ്റെയും ലിസണിൻ്റെയും ഗ്രൂപ്പ്,
ഗ്രൂപ്പ്, CBTയുടെ ഡിസ്കഷൻ ഗ്രൂപ്പ്, ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യും. കൂടുതൽ കാശ് മുടക്കി ഇപ്പം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എക്സ്പീരിയൻസിലോട്ട് കൊണ്ടൊന്ന് കയറാനായിട്ട് നോക്കുക എന്തായാലും. പിന്നെ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സ് എന്തുകൊണ്ട് ഡിലേ ആകുന്നു എന്നുള്ളതിൻ്റെ മെയിൻ റീസണാണ്. കാര്യം ഇവിടെ ഒരുപാട് ഇൻടേക്കിനായി ഒരുപാട് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പാസ് ഔട്ട് ആകുന്നുണ്ട്. അതായത് ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഫ്രീ സ്കോളർഷിപ്പോട് കൂടി വെയിൽസിലടക്കം അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിൽ BSc നഴ്സിംഗ് കോഴ്സ് കിട്ടി പാസ് ഔട്ട് ആവുന്നവരുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു ഇയറിൽ തന്നെ ഏകദേശം 10,000-ന് പുറത്തോളം നഴ്സസ് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം ആ ന്യൂലി ക്വാളിഫൈഡ് നഴ്സസ് കയറുന്ന സമയത്ത് ഇവിടുത്തെ വാക്കൻസീസ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞു വരികയും ഒരു നഴ്സിനെ ഏകദേശം നാട്ടിൽ നിന്ന് കൊണ്ടുവരും 12 തൊട്ട് 15 ലക്ഷം വരെ മുടക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയും കൂടി അവിടെ വരും. അതുകൊണ്ടാണ് ഈ NHS, നോർക്ക പോലത്തെ ഗവൺമെൻറ് ആയിട്ടുള്ള ഏജൻസീസിനെ സമീപിച്ച് ഈ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നത് മാക്സിമം അവരുടെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർക്ക ഈ ഇടയ്ക്ക് അവരുടെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് ഓരോ വർഷവും 250 to 300 നഴ്സസ് അല്ലെങ്കിൽ ഒരു 200 നഴ്സസ് to 250 വരെ തന്നെ റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഏജൻസീസിനെ സമീപിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം തന്നെ എന്താ, നോർക്കയുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇയർലി, കാര്യം ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ് ഈ വർഷത്തെ അവർ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഹോപ്പ്ഫുള്ളി അവരുടെ നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വെയിൽസോ സ്കോട്ട്ലൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൈഡിൽ നിന്നോ അവർ നടത്തുമായിരിക്കും. പക്ഷേ ഇനി ഈ തൊട്ട് മുന്നേ ഉള്ള 2020, 21, 22, 23 കാലയളവിൽ നടന്ന അത്രയും ഒരു ബൂമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട്ഫുള്ളാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പ്ലാൻ B ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പുറത്തേക്ക് വരാനാണെങ്കിൽ ഉറപ്പായിട്ട് അത് നടന്നിരിക്കും. പക്ഷേ അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇൻഹൗസ് ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. കാര്യം ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് നമുക്ക് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ, അതായത് UK തന്നെ NHSൽ മോർ ദാൻ 1 ഇയറിലോ അല്ലെങ്കിൽ കെയർ ഹോംസിൽ മോർ ദാൻ 1 ഇയറിലോ നഴ്സിംഗ് ഹോംസിൽ മോർ ദാൻ 1 ഇയറോ വർക്ക് ചെയ്യുന്നിട്ടുള്ള നഴ്സുമാർക്ക്, അതായത് ബാക്ക് ഹോം ഒരു നഴ്സായിരിക്കും, ഇവിടെ കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് നമുക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റും. അതായത് അവർക്ക് OET IELTS ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ട് CBTയും OSCEയും മാത്രം എഴുതിയാൽ മതി. അങ്ങനെ ഒരുപാട് പേരാണ് നമ്മുടെ MNC അക്കാഡമി ത്രൂ CBTയും OSCEയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പോൾ UKയിൽ പിൻ നമ്പർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് കാറ്റഗറി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് കെയറേഴ്സായിട്ടും HC ആയിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ UK മോർ ദാൻ 1 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസിന്, ബാക്ക് ഹോം നഴ്സസിന് ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കാര്യം അവർ സെൽഫ് ഫണ്ട് ചെയ്താണ് ഇവിടെ നഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് അത്രയും ഫണ്ടിൻ്റെ കാര്യങ്ങളോ ചിലവാക്കേണ്ട ആവശ്യം വരുന്നതുമില്ല. അവർക്ക് ആ സമയത്ത് ഒരു നഴ്സിനെ അവിടെ കിട്ടുകയും ചെയ്തു. ആൻഡ് അവർ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ UK അല്ലെങ്കിൽ ഇവിടെ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാക്ക് ഹോം നേഴ്സാണ്, മോർ ദാൻ 1 ഇയർ നിങ്ങളായി, നിങ്ങൾ SIFക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ NMCയുടെ രജിസ്ട്രേഷൻ തുടങ്ങാം. നിങ്ങൾക്ക് OET IELTSൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. CBT നിങ്ങൾ പഠിക്കുക ആൻഡ് OSCE നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതെല്ലാം സെൽഫ് ഫണ്ട് ത്രൂ നിങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ചില ഹോംസിൽ, ചില കെയർ ഹോംസിൽ അവർ തന്നെ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് ഫണ്ട് ചെയ്ത് നിങ്ങളവിടെ നേഴ്സാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും നിങ്ങൾ കോൺട്രാക്റ്റഡ് ആയിട്ട് 2-3 വർഷം അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. എങ്കിലും ഒരു നഷ്ടമില്ല, നിങ്ങൾക്കൊരു പിൻ നമ്പർ വേറെ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, SIFനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾ കെയർ ഹോം സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിലോ അതിനെപ്പറ്റിയുള്ള ഡൗട്ടുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ www.mallunursingcouple.com കയറി കഴിഞ്ഞാൽ കോൺടാക്റ്റസ് ഓപ്ഷനിൽ നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് സബ്ജക്റ്റിൽ SIF പാത്വേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടിംഗ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ക്വാരീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, CBTക്കുള്ള അല്ലെങ്കിൽ NMC രജിസ്ട്രേഷൻ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുക. ആൻഡ് എത്രയും വേഗം നിങ്ങൾ CBT, കാര്യം ഇവിടെ ഏകദേശം ഒരു 1600ഓളം കുട്ടികൾക്ക് ഇപ്പോൾ കെയറേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാർക്ക് UK പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. അവർ ബാക്ക് ഹോം നഴ്സസാണ്. അതിൽ മോർ ദാൻ 1000ഓളം കുട്ടികൾ വരെയും നമ്മുടെ CBT, നമ്മുടെ MNC അക്കാഡമിയിലാണ് അവർ പഠിച്ചു പോയിട്ടുള്ളത്. അവരുടെ CBT ട്രെയിനിങ് ആണെങ്കിലും OSCE ട്രെയിനിങ് ആണെങ്കിലും കാര്യങ്ങളല്ല. അപ്പം അവർക്ക് അവരുടെ ലൈഫിൽ ആ ഒരു പിൻ നമ്പർ അച്ചീവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമുണ്ട് അത്രയും കുട്ടികളെ പാസ്സാക്കാൻ പറ്റിയതിലും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ചാൻസാണ്, ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നഴ്സിംഗ് ഹോമിലോ കെയർ ഹോമിലോ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ സൈൻ ഓഫ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. ഒരു ബാൻഡ് 6 റോളിലോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബാൻഡ് 8 അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾ കൗണ്ടർ സിഗ്നേറ്ററി ആയിട്ടും വേണം എന്തായാലും. ഓക്കെ,
അതുപോലെ നിങ്ങൾ മോർ ദാൻ 12 മന്ത്സ് ഫുൾ ടൈം ആയിട്ട് 37.5 കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. പാർട്ട് ടൈം ആണെങ്കിൽ അതിന് ഇക്വലൻ്റ് അവേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എങ്കിലായിരിക്കണം നിങ്ങൾ എലിജിബിൾ ആവും. ഈ ഒരു SIFE പാത്വേയിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങളുടെ CBT കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാനായിട്ട് നോക്കുക. ആ CBT ഫ്രീ ഗ്രൂപ്പിലും ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നമ്മുടെ 12 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതിലെല്ലാം 100% റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും പുതിയ റൂൾ ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആ പിൻ നമ്പർ സെക്യൂർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക എന്തായാലും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോമൺലി എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഫണ്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം തന്നെ ലേബർ വന്നു കഴിഞ്ഞാൽ അവർ മാക്സിമം അതെല്ലാം ഒരു ബാക്ക് ടു നോർമലിലോട്ട് കൊണ്ടുവരാനും റീസെറ്റ് ചെയ്യാനുള്ള ഒരുപാട് പോളിസീസാണ് അവർ കൊണ്ടുവരിക. ആൻഡ് ഏതൊരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയും ഉള്ള പോലെ തന്നെ അവരുടെ ഇമിഗ്രേഷൻ്റെ നമ്പേഴ്സ് അവർ കുറയ്ക്കാനായിട്ട് മാക്സിമം നോക്കുകയാണ്. അപ്പോൾ അത് അവർ ഇൻഹൗസ് ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെന്ത് ചെയ്യാൻ പറ്റും, നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം കുറയ്ക്കും. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ. അപ്പോൾ കാര്യം RCN തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ഒരു നഴ്സസിൻ്റെ ഷോർട്ടേജിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ന്യൂസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു UK ഗവൺമെൻറ് NHSലേക്ക് മാക്സിമം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ ഒരുപാട് റിലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അത് കൂടുതലും ചിലപ്പോൾ പുറത്ത് വെച്ചിട്ട് GCC കൺട്രീസ് ദുബായ് UAEയിലൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ അബുദാബിയിലൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സസിന് കൂടുതൽ പ്രിഫറൻസ് പോകും. നിങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും ഒരു 10 വർഷം കുവൈറ്റിൽ നിന്നവരോ 10 വർഷം ദുബായിൽ നിന്നിട്ടുള്ളവരോ 5 വർഷം അവിടെ ഉള്ളവരോ ആണെന്നുണ്ടെങ്കിൽ കമ്പയർഡ് ടു 2 വർഷത്തെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് പുറത്തുള്ളവർക്കായിരിക്കും പോവുക. അപ്പം അതാണ് ഞാൻ പറഞ്ഞൊരു കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ഇനിയൊരു ഗ്യാപ്പോ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിലോട്ട് കയറുക. മിനിമം അല്ലെങ്കിൽ മോർ ദാൻ ഒരു 100 ബെഡായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ കയറാനായിട്ട് നോക്കുക. അത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നല്ല നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ, ക്രിട്ടിക്കൽ കെയർ ആവട്ടെ, ICU അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ വാർഡ്സ്, മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് വാക്കൻസീസ് ഇൻ ബിറ്റ്വീൻ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ട്രെയിൻഡ് ആണ്, 1 ഇയറിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും വാക്കൻസീസ് മെൻ്റൽ ഹെൽത്തിന് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഇൻ്റർവ്യൂസ് ഇൻ ബിറ്റ്വീനായിട്ട് വരും. ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരാം, നിങ്ങളൊരു പ്ലാൻ B എന്നുള്ളൊരു മൈൻഡും കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നോർസെറ്റ് പോലത്തെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസൊക്കെ ഒരുപാട് ഹൈലി പെയ്ഡ് ആണ്. കാര്യം ഞാൻ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്ത ഒരാളാണ്. 5 വർഷം നാട്ടിൽ നിന്നതിന് ശേഷമാണ് ഞാൻ UKയിലേക്ക് വന്നത്. അപ്പോൾ എനിക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്തുകൊണ്ട്. കാര്യം കമ്പയർഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നല്ല ഹൈലി പെയ്ഡ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഈവൻ ഒരു 2 വർഷത്തിലോ 3 വർഷത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഇൻ്റർവ്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള അടുത്ത് നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് UKയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം എന്തായാലും. ഓക്കെ, UK അല്ലെങ്കിൽ മറ്റ് കൺട്രീസ് ആണെങ്കിലും. കാര്യം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചൊന്ന് സെറ്റിൽ ആവുകയും ചെയ്യാം എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും ഇവരുടെ ഡിസിഷൻ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ലൊരു ഡിസിഷൻ വരട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വയറീസോ എന്തെങ്കിലും കൺസേൺസോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ബാരിയേഴ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതുപോലത്തെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുമ്പോൾ നിങ്ങളൊന്നും തന്നെ മിസ്സായി പോകത്തില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.